ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ നേവിയുടെ SSR മെഡിക്കൽ അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നോട്ടിഫിക്കേഷൻ്റെ ആദ്യത്തെ ടൈറ്റിൽ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ജോലിക്ക് അർഹതയുള്ളത്. സീനിയർ സെക്കൻഡറി റിക്രൂട്ട്മെന്റ് ആണ്. മെഡിക്കൽ ബ്രാഞ്ച് SSR മെഡിക്കൽ അസിസ്റ്റന്റ് 2/2024 ബാച്ച് കോഴ്സിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ എലിജിബിലിറ്റി നോക്കാം. കല്യാണം കഴിക്കാത്ത ഉദ്യോഗാർത്ഥികളെയാണ് നേവിക്ക് ആവശ്യം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സ്ട്രീം ആയിരിക്കണം. അതിൽ തന്നെ 50% മാർക്ക് അനിവാര്യമാണ്. അതുകൂടാതെ തന്നെ 40% മാർക്ക് ഓരോ സബ്ജക്റ്റിനും വേണം. ഏജ് നോക്കുകയാണെങ്കിൽ 1 നവംബർ 2003 30 ഏപ്രിൽ 2007 ഇടയിൽ ജനിച്ച വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ അവസരം. നെക്സ്റ്റ് പറയാൻ പോകുന്ന പേ ആൻഡ് അലവൻസിനെ കുറിച്ചാണ്. ആദ്യത്തെ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് സാലറി ആയിട്ട് സ്റ്റൈപ്പൻഡ് ഓഫ് 14,600 പെർ മന്ത് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത് കഴിഞ്ഞ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ് പീരീഡ്, അതിനുശേഷം നിങ്ങളെ ലെവൽ 3 ഡിഫൻസ് പേ മെട്രിക്സ് 21,700 ബേസിക് പേ, ടോട്ടൽ ഗ്രോസ് സാലറി ഏകദേശം 50,000 അടുത്തുണ്ടാവും. ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് പ്രൊമോഷനെ കുറിച്ച്. അപ് ടു ദ ലെവൽ ഓഫ് മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ, ലെവൽ 8 ഓഫ് ദ ഡിഫൻസ് പേ മെട്രിക്സ്, ബേസിക് പേ 47,600. അപ്പോൾ ടോട്ടൽ ഗ്രോസ് സാലറി 1 lakh എബോവ് വരും. അപ്പോൾ പെർഫോമൻസ് വളരെ അവിഭാജ്യ ഘടകമായാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഡ്യൂറിംഗ് ദ എൻറ്റയർ പീരീഡ് ഓഫ് ട്രെയിനിങ് നിങ്ങൾക്ക് ബുക്സ്, റീഡിംഗ് മെറ്റീരിയൽ, യൂണിഫോം, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഓരോരുത്തരുടെയും എലിജിബിലിറ്റി അനുസരിച്ച് നേവി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ സെയിലേഴ്സ് ആർ എൻറ്റൈറ്റിൽ ടു മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ലീവ്, ട്രാവൽ കൺസെഷൻ, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതാണ് ഇതിൽ പറയുന്നത്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ, ഹൗസ് റെന്റ് അലവൻസ്. അതുകൂടാതെ തന്നെ ഇൻഷുറൻസ് കവർ ഓഫ് 75 lakh ഫോർ സെയിലേഴ്സ് ഈസ് അപ്ലിക്കബിൾ. എന്ന് വെച്ചാൽ 75 lakhs ഇൻഷുറൻസ് ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് ആയി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഒരു ജോലിക്കും ലഭിക്കുന്നില്ല. ഓൺലി ഡിഫൻസ് ജോബ്, കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ നേവി, ഇന്ത്യൻ ആർമി, ഈ ജോലികൾക്ക് മാത്രമേ ലഭിക്കുള്ളൂ. അതാണ് ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും ഇന്ത്യൻ ആർമിയുടെയും പ്രിവിലേജ്. നെക്സ്റ്റ് വൺ, സെലക്ഷൻ പ്രോസസ് ആണ്. സ്റ്റേജ് 1 ഷോർട്ട് ലിസ്റ്റിംഗ് ബേസ്ഡ് ഓൺ മാർക്ക് ഒബ്റ്റൈൻഡ് ഇൻ 10+2 PCB. സ്റ്റേജ് 2 റിട്ടേൺ എക്സാമിനേഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ. ഈ 2 കാര്യങ്ങളായിരിക്കും സ്റ്റേജ് 2 സെലക്ഷൻ പ്രോസസ്സ്. അടുത്ത ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ സ്റ്റേജ് 1 ഷോർട്ട് ലിസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ദ അഗ്രിഗേറ്റ് മാർക്ക് സെക്യൂർഡ് ഇൻ PCB ഇൻ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ SSLC ആൻഡ് +2. അപ്പോൾ +2ലെയും SSLCയുടെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ അഗ്രിഗേറ്റ് മാർക്കായിരിക്കും ഇതിനായിട്ട് പരിഗണിക്കുക. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റേജ് 2 റിട്ടേൺ എക്സാമിനേഷൻ്റെ കോൾ ലെറ്റർ ഇഷ്യൂ ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ്റെയും കോൾ ലെറ്റർ സെപ്പറേറ്റ് കൊടുക്കുന്നതാണ്. സ്റ്റേജ് 2 ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സ് 1.6 kilometer റൺ വിത്തിൻ 6 minutes 30 seconds, സ്ക്വാട്സ് ഉത്തക് ബൈതക് 20, പുഷപ്പ് 15, ബെൻഡ് നീ സിറ്റ് അപ്സ് 15. ഇതൊക്കെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. റിട്ടേൺ ടെസ്റ്റ് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും. 100 ക്വസ്റ്റ്യൻ ഡിവൈഡഡ് ഇൻറ്റു 4 സെക്ഷൻ. ഇംഗ്ലീഷ്, സയൻസ്, ബയോളജി, ജനറൽ അവയർനെസ് ഓർ റീസണിങ്. ഓരോ സെക്ഷനിലും 25 മാർക്ക് വീതമായിരിക്കും. അതിൻ്റെ സിലബസ്, ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് 10+2 ലെവലായിരിക്കും. ജോയിൻ ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ വിൽ ബി 1 hour. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് മെഡിക്കൽ എക്സാമിനേഷന് ഒരു ചാൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കാൻഡിഡേറ്റ്സ് അൺഫിറ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പീലിന് പോവാം. അപ്പീലായിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഡെസിഗ്നേറ്റഡ് മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് 2ാമതായിട്ട് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന് വേണ്ടി ഹാജരാവണം. അത് 5 ദിവസത്തെ പീരീഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. റീ മെഡിക്കൽ എക്സാമിനേഷൻ ആണ് അതിൻ്റെ പേര്. നെക്സ്റ്റ് പറയാൻ പോകുന്ന മെറിറ്റ് ലിസ്റ്റിനെ കുറിച്ചാണ്. മെറിറ്റ് ലിസ്റ്റ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഇൻ സ്റ്റേജ് 2 റിട്ടേൺ എക്സാമിനേഷൻ സബ്ജക്ട് ടു ക്വാളിഫിക്കേഷൻ ഇൻ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആൻഡ് റിക്രൂട്ട്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും മെഡിക്കൽ എക്സാമിനേഷനും ക്വാളിഫിക്കേഷനാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് റിസൾട്ട് ആണ്. റിസൾട്ട് ഒക്ടോബർ 24 ഓർ ഏർലി നവംബർ 24 ഈ കാലയളവിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മിനിമം ഹൈറ്റ് ഷുഡ് ബി 157 centimeter, മിനിമം ചെസ്റ്റ് എക്സ്പാൻഷൻ 5 centimeter. അപ്പോൾ ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻ കണ്ടീഷൻസും കൂടി പറയുന്നുണ്ട്. ടാറ്റൂസിനെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. പെർമനന്റ് ബോഡി ടാറ്റൂസ് ആർ ഓൺലി പെർമിറ്റഡ് ഓൺ ഇന്നർ ഫേസ് ഓഫ് 4 arm. അത് മാത്രമേ പാടുള്ളൂ, ബാക്കിയൊക്കെ അനുവദനീയമല്ല. വിഷ്വൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അൺകറക്റ്റഡ് വേർഷൻ 6/12, കറക്റ്റഡ് വേർഷൻ 6/6, കളർ പെർസെപ്ഷൻ CP പാസ്. അപ്പോൾ ഇതാണ് വിഷ്വൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് വൺ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് പീരീഡ്
will commence November 2024 at INS Chilka, Odisha, followed by professional training. അപ്പോൾ ഡിസ്ചാർജ് ഓർ അൺസൂട്ടബിൾ അതൊക്കെ പറയുന്നുണ്ട് ഇതിൽ. ഇനിഷ്യൽ എൻഗേജ്മെന്റ് ഈസ് സബ്ജക്റ്റഡ് ടു സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ്. ഇനിഷ്യൽ എൻഗേജ്മെന്റ് 20 വർഷത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 20 വർഷം വരെ വർക്ക് ചെയ്യാം. ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ഇതിനായിട്ട് ഇന്ത്യൻ നേവി അറേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഷെഡ്യൂൾ ഓഫ് സ്റ്റേജ് 2 റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ മിഡ് ഒക്ടോബർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനായുള്ള അഡ്മിറ്റ് കാർഡ് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടാവും, ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. സ്റ്റേജ് 2 എക്സാമിനേഷൻ സെൻറ്റർ മാറ്റാൻ പറ്റത്തില്ല, ആദ്യം കൊടുത്തിരിക്കുന്ന സെൻറ്റേഴ്സ് തന്നെ ആയിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ ആയിട്ട് കാണിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുമായിട്ട് മാച്ച് ചെയ്യപ്പെടേണ്ടത് അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അപേക്ഷ ക്യാൻസൽ ചെയ്യപ്പെടുന്നതാണ്. നെക്സ്റ്റ് വൺ, പോലീസ് വെരിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ്, പ്രത്യേകിച്ചും ഡിഫൻസിൽ. അപ്പോൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് വെരിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്. അതിനായി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ, ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സെലക്ഷൻ ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തു വെച്ചേക്കുക. ലാസ്റ്റ് ബട്ട് ലീസ്റ്റ്, ഹൗ ടു അപ്ലൈ ദിസ് പോസ്റ്റ്. 7th സെപ്റ്റംബർ മുതൽ 17th സെപ്റ്റംബർ വരെയാണ് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ രജിസ്ട്രേഷൻ പോർട്ടൽ ഓൺ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഈ കാലയളവിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ബിഫോർ ഫില്ലിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ +2 SSLC മാർക്ക് ഷീറ്റ് റെഡിയാക്കി വെക്കുക. ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എല്ലാ വിവരങ്ങളും ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ PDF ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഡ്രൈവ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ നോട്ടിഫിക്കേഷൻ കൂടി വായിച്ച് നോക്കിയതിന് ശേഷം കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്കായി ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലൈ ചെയ്ത് തരുന്നതാണ്. ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയി സൗജന്യമായി അപ്ലൈ ചെയ്ത് തരുന്നതാണ്.